فسيعلمون من أضعف ناصرا وأقل عددا. عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നാട്ടുകാരെ, ശ്രോതാക്കളെ, മുജാഹിദ് പ്രവർത്തകരെ, പരമകാരുണികനും കരുണാനിധിയുമായ നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകരുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ താനൊരു മുസൽമാനാണെന്ന ബോധം കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സാധാരണ യോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു യോഗമാണ്, ഒരു മീറ്റിംഗാണ് നാം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. സലഫി ആദർശ സംഘം കടവത്തൂർ എന്ന പേരിൽ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ ഇതൊരു സവിശേഷമായ യോഗമാണ് എന്ന് പലരും മനസ്സിലാക്കി കാണും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 മഞ്ചേരിയിൽ ആരംഭിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലായി വിശദീകരണ യോഗങ്ങൾ നടത്തിയാണ് ഇന്ന് കടവത്തൂരിൽ ഒരു വിശദീകരണം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേരിക്കു ശേഷം തൃശ്ശൂരിലെ കയ്പമംഗലത്തും, പിന്നീട് എറണാകുളത്തെ ആലുവയിലും, പിന്നീട് കൊല്ലം ചാമക്കടയിലും, അത് കഴിഞ്ഞ് മംഗലാപുരത്തും കാസർഗോഡും, പിന്നീട് കണ്ണൂരും പാലക്കാടും വയനാടും, അതുപോലെ പൂനൂരിനടുത്തുള്ള താമരശ്ശേരിയും, ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നാം ഈ ആശയങ്ങൾ വിശദീകരിക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെയായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് കാരണക്കാർ ആരാണ്, എന്താണ് ആ പ്രതിസന്ധിയുടെ മർമ്മം? ആളുകൾ പലതും അവിടെവിടെയായി നിന്ന് എന്തൊക്കെയോ കേട്ടും മനസ്സിലാക്കിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥ വസ്തുതകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വേദി ഒരുക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കടവത്തൂരിന്റെ പഴയകാല ഇസ്ലാഹി ചരിത്രം ഒന്ന് അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ സംഘടിതമായ ഇസ്ലാഹി പ്രവർത്തനം ആരംഭിച്ച 1920കളിൽ തന്നെ അതിന്റെ ചെറിയ ചലനങ്ങൾ ഉടലെടുത്ത ഒരു പ്രദേശമാണ് കടവത്തൂർ. കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ വെച്ചാണ് കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്ന നമ്മുടെ പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടത്. കേരളത്തിൽ അവിടെവിടെയായി ചിന്നിച്ചെതറി അസംഘടിതരായി നിൽക്കുന്ന പണ്ഡിതന്മാർക്ക് യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു വേദി വേണം എന്ന് മൊയ്ദ് മൗലവി സാഹിബ് പ്രമേയം അവതരിപ്പിക്കുകയും അങ്ങനെ ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം രൂപീകരിക്കാൻ ആ യോഗത്തിൽ ആലോചിക്കുകയും ചെയ്തപ്പോൾ ഒരു പണ്ഡിത സുഹൃത്ത് അവിടെ നിന്ന് ചോദിച്ചു, ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കാനുള്ള ദലീൽ എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടുകാരനായ ഇ കെ മൗലവി റഹിമഹുല്ലാ
അദ്ദേഹം ഒരു ആയത്തോതി കൊടുത്തു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടാകട്ടെ, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന, സൽക്കാര്യങ്ങൾ കൽപ്പിക്കുകയും ദുഷ്കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അവരാകുന്നു വിജയിച്ചവർ. ഇത് കേട്ടപ്പോൾ ചോദ്യകർത്താവായ പണ്ഡിത സുഹൃത്തിന് സംശയം തീരുന്നില്ല. നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ഞാൻ ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞ ഖുർആനിൽ ആയത്ത് ഒരു ദലീലാണെന്ന് പോലും അംഗീകരിക്കാത്ത ഒരു കാലം. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഒരു വിഷയത്തിന് പ്രമാണമായി പണ്ഡിതന്മാർക്ക് പോലും ബോധ്യമില്ലാത്ത ഒരു ഇരുണ്ട കാലം. അവിടെ നിന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേരിയ ചലനങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ കടവത്തൂർ പ്രദേശം. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ഈ ആദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, മമ്മി മൗലവി, എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി, കെ.എൻ. ഇബ്രാഹിം മൗലവി, എനിക്ക് അഹമ്മദ് മൗലവി തുടങ്ങി അറിയപ്പെട്ട കേരളത്തിലെ ഇസ്ലാഹി രംഗത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ നേതൃത്വം കൊണ്ടും കെട്ടി ഉയർത്തപ്പെട്ട, കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കടവത്തൂരിലും പരിസര പ്രദേശത്തുമുള്ള ഇസ്ലാഹി പ്രസ്ഥാനം. ഞാനത് ഓർമ്മിപ്പിച്ചത് അവരൊക്കെ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ പ്രമാണബദ്ധമായ ആദർശമേതോ അത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശമെന്ന് പറയുന്നത് ജനിച്ചു വീഴുമ്പോൾ പൊക്കൽ കൊടിയിലൂടെ ലഭിക്കുന്നതല്ല. പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും വേണം. അടുത്ത തലമുറകളിലേക്ക് അത് സംക്രമിക്കപ്പെടണം. ഖേദകരമെന്ന് പറയട്ടെ, അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും തുലവും കുറവാണ് എന്ന് പറയുന്നേ വന്നതിൽ ഖേദമുണ്ട്. നമ്മുടെ എരഞ്ഞിക്കീഴിൽ ഭാഗത്ത് മാത്രം രാവിലെ 20ഓ 22ഓ സ്കൂൾ ബസ്സുകൾ വരുന്നു. കുട്ടികളെ പെറുക്കി കൊണ്ടുപോകുന്നു. അവരിൽ പലർക്കും മദ്രസ തന്നെ ഇല്ല. സ്കൂളിൽ മോറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു പീരിയഡ് ഉണ്ടാകുമെന്നാണ് ഉറപ്പ്. ഈ കുട്ടികളൊക്കെ ഭാവിയിൽ സലഫി ആദർശം എന്താണെന്നോ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്നോ മനസ്സിലാക്കുമോ? മനസ്സിലാക്കാൻ അവസരമുണ്ടോ? ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അടുത്ത തലമുറയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് രക്ഷിതാക്കളും ഈ നാട്ടിലെ പ്രസ്ഥാന ബന്ധുക്കളും സംഘടനാ പ്രവർത്തകരുമൊക്കെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ എന്തുകൊണ്ടും ഓർക്കേണ്ട ഒരു ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കടവത്തൂരിലുള്ളത്. അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പ്രമാണബദ്ധമായ ആദർശത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയല്ല ഇങ്ങനെ ഒരു യോഗം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഒരുപാട് ആശങ്കകൾ യഥാർത്ഥത്തിലുണ്ട്. കാരണം സംഭവിക്കാൻ പാടില്ലാത്ത പലതുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ പോലും നമ്മുടെ പ്രതീക്ഷക്കപ്പുറത്തായി അള്ളാഹുവിന്റെ തഖ്ദീർ അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൂടിയതിൽ വിവിധതരം ആളുകൾ ഉണ്ടാകും. ഇതിന്റെ സംഘാടകരായ, ഇതിന്റെ പ്രവർത്തകർ, ഈ വിഷയം മനസ്സിലാക്കിയവരും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അവർ ഈ നാട്ടിൽ ഭൂരിപക്ഷമില്ല, വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അവർ ഒരുപക്ഷെ ഇനിയും ഒറ്റപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവസാന കാലത്ത് അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സലഫ് സാലിഹുകളുടെ മാർഗം മുറുകെ പിടിക്കുന്നവർ വളരെ കുറവായിരിക്കും. അവരെ കുറിച്ച് റസൂൽ പറഞ്ഞത് അപരിചിതർ എന്നാണ്. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. വീണ്ടും ആ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. അപ്പോൾ ഇസ്ലാമിനെ കയ്യേൽക്കുന്ന ഖുറബാഇന് അഭിനന്ദനങ്ങൾ. സഹാബികൾ ചോദിച്ചു, ആരാണ് ഖുറബാ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ മറുപടികൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതിലൊരു മറുപടി, വൃത്തികെട്ട ധാരാളം മനുഷ്യന്മാർക്കിടയിലെ കുറച്ചു നല്ല മനുഷ്യന്മാർ, അവരനുസരിക്കുന്നവരെക്കാൾ അവർ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായിരിക്കും കൂടുതലും എന്ന്.
എണ്ണത്തിൽ ചുരുങ്ങിയ ഭൂരിഭാഗം ആളുകളെ എതിർക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവസാന കാലത്ത് ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിലെയൊക്കെ അവസ്ഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബിമാരുടെ കാലം കഴിഞ്ഞപ്പോൾ തലമുറകൾ പിന്നിടുമ്പോൾ നബിമാർ കൊണ്ടുവന്ന സത്യത്തിൽ നിന്നും തലമുറകൾ വ്യതിചലിച്ചു പോയ ചരിത്രം എല്ലാ നബിമാരുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. എല്ലാവരും വ്യതിചലിച്ച് ആരും ബാക്കിയാവാത്ത ഒരവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല. മറിച്ച് ഒരു വിഭാഗം സത്യത്തിന്റെ ആളുകളായി ഖിയാമം വരെ നിലനിൽക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരും ഭരിച്ചവരുമായി ഉണ്ടാകൊണ്ടേയിരിക്കും. അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എത്തുന്നവർക്കോ അവരെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ഒരുപക്ഷെ അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കാം, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാം, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ ദ്രോഹിക്കാം, അങ്ങനെ പലതും ചെയ്യാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ ആദർശപരമായി ആശയപരമായി അവരെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു കൊച്ചു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പടച്ചവന്റെ സഹായം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കൊച്ചു സംഘം, ആ കൊച്ചു സംഘത്തിൽ നാം എണ്ണപ്പെടണമെങ്കിൽ അറിഞ്ഞ സത്യങ്ങൾ നാം ഉറക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സംഘാടകരോട് പറയാനുള്ളത്, ആ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം, കണക്ക് കൂട്ടണം എന്നാണ്. പിന്നെ ആകാംക്ഷയോടെ ഇവിടെ വന്ന ശ്രോതാക്കളോട് പലതും പറയാനുണ്ട് എനിക്ക്. ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ, എന്റെ വാക്കിലുള്ള ശൈലി ദോഷം കൊണ്ടോ എന്റെ പ്രയോഗത്തിൽ വന്ന ഏതെങ്കിലും പ്രയോഗങ്ങളുടെ തെറ്റുകൾ കൊണ്ടോ നിങ്ങൾ ഈ വിഷയം പഠിക്കാതെ പോകരുത്. ഈ വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണം. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് എന്ന്. ചില ആളുകളൊക്കെ പറയാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഞങ്ങൾ തലശ്ശേരി പോയി കേട്ടു, ഇനി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സാധാരണ യാഥാസ്ഥികന്മാരുടെ അതേ ഭാഷ, ഒന്നും കേൾക്കണ്ട, ഒന്നും പഠിക്കണ്ട, കേട്ടത് മാത്രം മതി. ഞങ്ങൾക്ക് ആ പറഞ്ഞ ആളുകളെ പറ്റി നല്ല വിശ്വാസമാണ്. അവർക്ക് വലിയ വലിയ കൂട്ടരല്ലേ, അവര് വെറുതെ പറയോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ഇതന്നെ ഖുറാഫികളും പറയാറുള്ളത്. ഈ കെ വലിയ പണ്ഡിതനല്ലേ, കണ്ണിയത്ത് മഹാപണ്ഡിതനല്ലേ, അവരൊക്കെ പറഞ്ഞത് കേട്ടാൽ പോരെ, പിന്നെ എന്തിനാ നമ്മൾ വേറൊന്ന് കേൾക്കുന്നത് എന്ന ചിന്താഗതി ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഉണ്ടായി എന്ന് വന്നാൽ നമ്മൾ എത്രമാത്രം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റി പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി വന്ന ചില ആളുകൾ ഉണ്ടാവും. അവർക്കൊന്നും ശ്രദ്ധിക്കൂല, എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അതുകൊണ്ടൊന്ന് പോയാൽ അങ്ങനത്തെ ഇപ്പൊ തന്നെ പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കും. അതൊരു ഹരം, തരക്കടില്ലല്ലോ, ഒരു ഹരം. അവർക്ക് ദീനീ കാര്യങ്ങൾ തന്നെ ഒരു ഹരമാണ്, തമാശയാണ്. സുഹൃത്തെ, ഒരിക്കലും ദീനീ കാര്യങ്ങൾ ആ രീതിയിൽ കാണരുത്. ഇത് പരലോകത്തിന്റെ വിഷയമാണ്, ദുനിയാവിന്റെ വിഷയമല്ല. വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടിയോ ആരോടെങ്കിലും അസൂയ കൊണ്ടോ അല്ലെങ്കിൽ സംഘടനയിലെയും സ്ഥാനമാനങ്ങൾ നേടുവാനോ ഉള്ള ഒരു പരിപാടിയല്ല ഇത്. മറിച്ച് ഇത് ദീനിന്റെ കാര്യമാണ്. കൂട്ടാതെ കുറക്കാതെ ദീൻ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ദീനീ വിഷയങ്ങളെ ഗൗരവപൂർവ്വം സമീപിക്കുകയും ഇത് പരലോകത്തിന്റെ കാര്യമാണെന്നും നാം ഈ ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതുമൊക്കെ പുണ്യകരമായ ഒരു അമലാണ് എന്നും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം സിദ്ധിക്കുകയുള്ളൂ. ഇവിടെ മറ്റു മതസംഘടനകളുടെ ആളുകൾ ഈ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനം എന്തു ജീർണതകൾ കണ്ടാലും സംഘടനയ്ക്ക് വേണ്ടി അതൊക്കെ മൂടിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സംഘടനയിൽ ജീർണതകൾ തലവെക്കുമ്പോൾ അതിനകത്തു നിന്ന് തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ഞാൻ പുറത്തായത്. നടന്നില്ല, എന്നെ എടുത്ത് പുറത്തിട്ടു. പക്ഷെ അതുകൊണ്ട്
ഈ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉദ്ദേശമില്ല. ഇസ്ലാഹ് എന്നത് ഇല്ലാത്തതിനെ ഉണ്ടാക്കലല്ല, ഉള്ളതിൽ കാലക്രമത്തിൽ വന്നു ചേർന്ന വൈകല്യങ്ങളെ ഇല്ലാതാക്കി ശരിപ്പെടുത്തലാണ്. ആ ഇസ്ലാഹ് അകത്തും പുറത്തും നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നുപെട്ടിട്ടുള്ള ജീർണതകൾക്കെതിരെയുള്ള ഒരു ഇസ്ലാഹി പ്രവർത്തനമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതര മതസംഘടനകളുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത്, കാഴ്ചക്കാരായി നോക്കി നിന്ന് വല്ല മുതലെടുപ്പിനും സാധിക്കുമോ എന്ന് ചിന്തിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഈ ചർച്ച ചെയ്യപ്പെടുന്ന ദീനീ വിഷയങ്ങൾ അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇത് ദീനീ കാര്യമാണ്. ഇത് പഠിക്കൽ എന്റെ കൂടി ബാധ്യതയാണ്. ആരെയും തോൽപ്പിക്കാനോ ആരെങ്കിലും തറപറ്റിക്കാനോ ഉള്ളതല്ല. ഇത് സത്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ പരിപാടിയുടെ പ്രേരണ എന്ന് നിങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ച് ദീനിന്റെ വീക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇവിടെ ചില ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങളുടെ നോട്ടീസിൽ കാണുന്നല്ലോ വെല്ലുവിളികളെ അതിജീവിച്ച സലഫി ആദർശം. വേറെ ചില നോട്ടീസിൽ കണ്ടു വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഒന്ന് പ്രസ്ഥാനമാണ്, മറ്റൊന്ന് ആദർശമാണ്. എന്തുകൊണ്ടാണ് ഈ തലക്കെട്ട് കൊടുത്തത്? പ്രസ്ഥാനം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ ആദർശം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, 1950 മുമ്പ് പൊതുജനങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു സലഫി സംഘടന അവിടെ ഇല്ല. പണ്ഡിതന്മാർക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ള ജമിയത്തുൽ ഉലമ, അത് തന്നെ 1924 ഉണ്ടായിരുന്നു. അതിനുമ്പ് പണ്ഡിതന്മാർക്ക് മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ മെമ്പർഷിപ്പ് ഇല്ലാതെയും സംഘടന ഇല്ലാതെയും 1950 വരെ സാധാരണക്കാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവർ മുജാഹിദുകളായിരുന്നില്ലേ? ആണ്. എങ്കിൽ ഇവിടെ ആദ്യം ഉണ്ടായത് ആദർശമാണ്. പിന്നെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നാം ഉണ്ടാക്കിയതാണ് സംഘടന. അതുകൊണ്ട് തന്നെ സംഘടനക്കല്ല, സംഘടനാ സംവിധാനങ്ങൾക്കല്ല, ആദർശത്തിനാണ് മുൻതൂക്കം. പ്രസ്ഥാനത്തിന്റെ താല്പര്യവും ആദർശത്തിന്റെ താല്പര്യവും കൂട്ടിമുട്ടിയാൽ നമ്മൾ ആദർശത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. കാരണം സംഘടന എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി യൂണിറ്റ്, മണ്ഡലം, ജില്ല, സംസ്ഥാനം ഇങ്ങനെ വരുന്നതാണ്. അല്പം കുതന്ത്രവും ഗ്രൂപ്പുകളെയും ഒക്കെ ഉള്ളവർക്ക് ഈ ജനാധിപത്യ രീതികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നേതൃത്വത്തിലെത്താൻ സാധിക്കും. അങ്ങനെ നേതൃത്വത്തിലെത്തുന്നവർക്ക് ചിലപ്പോൾ ആദർശത്തോട് കൂറുണ്ടായിക്കൊള്ളണമെന്നില്ല. സംഘടനയും സ്ഥാപനങ്ങളും അതിന്റെ പേരിലുള്ള സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്ഥാപനത്തിന്റെ സ്വത്തുക്കളുടെ ആളായി നടക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യക്കാർ, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ ചിലപ്പോൾ നേതൃത്വത്തിലെത്തി എന്ന് വരാം. അത്തരം ഘട്ടങ്ങളിൽ ഒരു യഥാർത്ഥ ആദർശവാദിയായ മുജാഹിദ് എന്തു ചെയ്യണം? അത്തരം ഘട്ടങ്ങളിൽ ആദർശത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രസ്ഥാനത്തിന്റെ ചട്ടവട്ടങ്ങളെക്കാൾ ആദർശത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്, വെല്ലുവിളികളെ അതിജീവിച്ച സലഫി ആദർശം എന്ന്. പിന്നെ എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക എന്ന് നിങ്ങളെ നോട്ടീസിന്റെ മുകളിലുണ്ടല്ലോ. അതെന്തിനാണ്? ഇപ്പോൾ മുജാഹിദുകൾ പ്രസംഗിക്കുന്നത് തന്നെ ചിലതൊന്നും കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് ഊരുവിലക്ക് ഇവിടെ പലരും വന്നിട്ടില്ല. എന്താ കാരണം? അത് നമുക്ക് പറ്റൂല. അത് നമ്മളെ സംഘടനയുടെ ഔദ്യോഗിക യോഗമല്ല. നമ്മൾ ജനങ്ങളോട് പറയൽ എന്താണ്? ദീനീ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മളെ വഴിതെറ്റിക്കുകയില്ല, ഒരു നിരീശ്വരവാദോ നിർമ്മറവാദോ ഭൗതികവാദോ ഒന്നും പ്രസംഗിക്കുന്ന സ്ഥലമല്ല, കുഫറും ശിർക്കും പ്രസംഗിക്കുന്ന സ്ഥലമല്ല. എങ്കിൽ ദീനിയായ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റണം. പറയുന്നത് കേട്ടത് ഒന്നും അപ്പാടെ വിഴുങ്ങാതെ അതിനെ സംബന്ധിച്ച് പ്രാമാണികമായി പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നാം പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഖുറാഫിസത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ ആരാണ് ഇവിടെ ഖുറാഫിസത്തിന്റെ സ്വഭാവം കടമെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്നലെ നാദാപുരത്ത് വെച്ച് നടന്ന പരിപാടി, അത് 2 ദിവസം മുമ്പ് നടക്കേണ്ടതായിരുന്നു. നമ്മുടെ സഹോദരൻ ജാബിർ കായക്കൊടി പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ആ പ്രദേശമാകെ ദുഃഖസമാനമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മൾ ആ പരിപാടി ഇന്നലത്തേക്ക് മാറ്റിവെച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ നാദാപുരം പരിപാടിയുടെ പോസ്റ്ററുകൾ ഈ എരഞ്ഞിക്കീഴിൽ പകലോത്തൂർ പ്രദേശങ്ങളിൽ ഒട്ടിച്ചിട്ട് പല സ്ഥലത്തൊന്നും പോസ്റ്റർ കാണുന്നില്ല. രാത്രിയിൽ കൊണ്ടുപോയി പറിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി ഇടുകയാണ്. ആരാ കൊണ്ടുപോയിടുന്നത്? ആരാ
പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണെന്ന് ഈ നാട്ടിൽ ആളുകൾക്കറിയാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മറ്റു പല നോട്ടീസും ഇവിടെ ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയി വേറെ സംഘടനയും വേറെ സംരംഭവുമായി നീങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ പോസ്റ്ററിന് ഒരു കുഴപ്പമില്ല. അവരെ പരിപാടിക്ക് പോകരുതെന്ന് പറയുന്നില്ല. ഇവിടെ ചേകനൂര് പുറത്തുപോയി, CN അഹമ്മദ് വലി പുറത്തുപോയി. അവരൊന്നും പരിപാടി കേൾക്കരുതെന്ന് ഒരിക്കലും തന്നെ ഇവിടെ സർക്കുലർ ഇറക്കിയിട്ടില്ല, ആളുകളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ രീതിയിലേക്ക് പോസ്റ്റർ കീറുക, പെർമിഷൻ മുടക്കുക. നാദാപുരം ടൗണിൽ വെച്ച് നടക്കേണ്ട പരിപാടി കല്ലാച്ചിയിലേക്ക് മാറ്റാൻ കാരണം എന്താ? പോലീസുകാർ പറഞ്ഞു നാദാപുരത്താണെങ്കിൽ 8 മണി വരെ പെർമിഷൻ തരാൻ പറ്റുള്ളൂ. വല്ലാതെ ചോദിച്ചപ്പോ പറയാണ് ഞങ്ങൾക്ക് വല്ലാത്ത സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റേണ്ടി വന്നത്. പുളിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോ ഇവിടെ ഈ കോക്കസുകാർ അവിടെ നടത്തിയ പരിപാടി രാത്രി 1:30 വരെ നടന്നു. പോലീസ് ഒരു ആക്ഷേപവും പറഞ്ഞില്ല. ഞങ്ങളെ പരിപാടി 9:45 കഴിഞ്ഞപ്പോ തന്നെ നിർത്തൂ എന്ന് പറഞ്ഞിങ്ങനെ പോലീസ് വരിക. എന്താ കാരണം? പോലീസ് സ്റ്റേഷനിൽ പല ഫോണുകളും വരുന്നു, സമ്മർദ്ദം. അങ്ങനെ നിർത്തേണ്ടി വന്നു. പക്ഷെ അള്ളാന്റെ അനുഗ്രഹത്താൽ 2 ദിവസത്തേക്ക് പെർമിഷൻ എടുത്തത് കൊണ്ട് അത് നടന്നു. നിങ്ങൾ നോക്കൂ, കണ്ണൂരിൽ നമ്മൾ വിശദീകരണ യോഗം വെച്ചപ്പോ കണ്ണൂർ KNM കമ്മിറ്റി ക്യാമറയുമായി ആളെ നിർത്തിയിരിക്കുന്നു. ആരൊക്കെയാണ് സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത്? എന്നിട്ട് ഉളുപ്പില്ലാതെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകൾ. ഒരാൾ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാൾ പെർമിഷൻ വേണമെന്നാ നിയമം. എന്നിട്ട് ഫോട്ടോ എടുത്തപ്പോ ചില ആളുകൾ മുമ്പിൽ പോയി എടുക്കണ ഫോട്ടോ എടുക്ക്, എന്താ കാണിക്കണേ? ഒരു മണ്ഡലം സെക്രട്ടറി വന്നിട്ട് എടുക്കണ ഫോട്ടോ, എന്താ തൂക്കാൻ പിരിക്കോ നീ? അപ്പൊ സംഘടന എന്ന് പറയുന്നത്, സംഘടന പുറത്താക്കപ്പെട്ട ഒരാള് തന്റെ അവസ്ഥ വിവരിക്കുന്നത്, താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഈ നാട്ടിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇദ്ദേഹം ശിർക്കിലേക്ക് പോയി മുശ്രിക്കായി മരിക്കാൻ പോവാണ് എന്ന് പറയുമ്പോ അതിന്റെ സത്യാവസ്ഥ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചൊരു മീറ്റിംഗിൽ കേൾക്കാൻ പോകുന്നവരെ ഫോട്ടോ എടുക്കുക. മഗ്‌രിബായപ്പോ പിന്നെ ഓനെ കാണാൻ, കാരണം ക്യാമറയിൽ ഒതുങ്ങുന്നില്ല ആളുകൾ, ജനം ഒന്നായിട്ട് വരിക. വലിയ പുരോഗമനവാദിയായ ഡോക്ടർ ദുൽഫിക്കർ മെമ്പറായിട്ടുള്ള പള്ളി, അവിടുത്തെ ഇമാം ഈ പരിപാടി ഒന്ന് കേൾക്കാൻ വന്നു കണ്ണൂര്. കുറച്ചേരം നിന്ന് പിന്നെ മഗ്‌രിബ് ജമാഅത്തിന് പോയി, പിന്നെയും പോയി ഇശാ ജമാഅത്തിനും പോയി. ജമാഅത്തിനൊന്നും അയാൾ മുടക്കിയില്ല. എന്നിട്ട് പോലെ അയാളെ പിറ്റേന്ന് പള്ളിയിൽ നിന്ന് ഖുറാഫികൾ പോലും ചെയ്യാത്തതാ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു മുജാഹിദീങ്ങളെ വയലിലേക്കാൻ പോയാൽ പിന്നെ മൂല്യർക്ക് ചോറ് കൊടുക്കൂല, മഹലിന് പുറത്താക്കും. ഇത് മൂല്യരും കുട്ടികളൊക്കെ ഒന്നും ഒരു പ്രശ്നമല്ല. ഈ രൂപത്തിലേക്ക് പഴയ ഖുറാഫികൾ അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ KNM-ലെ ഒരു കോക്കസ്, KNM-ൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ ഒരു കോക്കസ് ഇപ്പോ നേതൃത്വം പിടിച്ചെടുത്തിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രല്ല, കോളേജിൽ കുട്ടികൾ പരിപാടി കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കുക. ഇടവണ്ണയിൽ ഞാൻ പ്രസംഗിച്ചപ്പോ 2-3 കുട്ടികൾ ഇത് കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കിയ ഒരു ഹോട്ടലിനകത്തുന്ന ദിവസങ്ങളോളം. പുളിക്കൽ എന്റെ പ്രസംഗം കേൾക്കാൻ വന്നതിന്റെ പേരിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് 50 രൂപ ഫൈന്, അല്ലെങ്കിൽ അവിടെയുള്ള പാത്രം മുഴുവൻ കഴുകണം. ആരാത് ചെയ്തത്? മദീനത്തുൽ ഉലൂമിലെ അധ്യാപകർ. മദീനത്തുൽ ഉലൂമിലെ ഒരു അധ്യാപകൻ ഈ കോക്കസിന്റെ പരിപാടിന്റെ അന്ന് കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ എല്ലാം കേൾക്കണം, നമ്മൾ രണ്ടും കേൾക്കണം, രണ്ടും മനസ്സിലാക്കണം. കാരണം കോക്കസിന്റെ പരിപാടി കാണുവാണല്ലോ. എന്നിട്ട് കുട്ടികളൊക്കെ കാറ്റി തെളിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, പൂനൂരിൽ നടന്ന പരിപാടിക്ക് നാദാപുരം അൽഫുർഖാനെന്ന് കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോവാണ്. ഇടവണ്ണെന്ന് വണ്ടി എടുത്തു വരിക പൂനൂരിലേക്ക്. എന്തിനാ ഇത്? അത് ശരി, ആ ഒരു സ്വാതന്ത്ര്യം മറ്റു പരിപാടിക്കും കൊടുക്കണ്ടേ? അപ്പൊ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് മിമ്പറിൽ ഇമാമയെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിപ്പിച്ച് സ്ഥാപനങ്ങളെ കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോയിട്ടൊക്കെയാണ് ഇവർ പരിപാടി നടത്തുന്നത്. ഇത് മാത്രമല്ല, തൃശ്ശൂരിൽ ചെന്നപ്പോ, മഞ്ചേരി ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ, 2ാമത്തെ പരിപാടിക്ക് തൃശ്ശൂർ ചെന്നപ്പോ അവിടെ പള്ളിയിൽ നോട്ടീസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നു, ഇവിടെ ഒരു വിശദീകരണ യോഗം നടക്കുന്ന ഒരാളില്ല, നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ സംഘടനയുമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ആരും സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് KNM സെക്രട്ടറി പ്രസിഡന്റ്. ഈ ക്രിസ്ത്യാനികൾക്ക് ഇടയലേഖനം ഇറക്കാനാണ്. ഇടവകയിലെ ചില കാര്യങ്ങളൊക്കെ അച്ഛന്റെ തിരുവായിലൂടെ വായിച്ചു കേൾപ്പിക്കും, ഇടയന്മാരൊക്കെ അതനുസരിച്ചോളണം. ഈ രീതിയിൽ അതപ്പതിച്ചു പോയി സുഹൃത്തുക്കളെ ഇവര്. കൊല്ലം ജില്ലയിലെ ഒരു പ്രവർത്തകൻ മഞ്ചേരിയിൽ പരിപാടിക്ക് വന്നതിന്റെ പേരിൽ അയാൾക്ക് വിശദീകരണം ചോദിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന വിശദീകരണ യോഗങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ഈ രൂപത്തിൽ ആളുകളെ ചേരിതിരിക്കാനും മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് സുഹൃത്തുക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാഫി സലാഹി ചെങ്ങലീരി, അദ്ദേഹം ഈ കോക്കസിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങളെ എതിർക്കുന്നു എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ CD ടവറിന് മാറ്റി.
നല്ല ദഅവത്ത് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങുന്ന പുസ്തകം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ചെറിയ ലഘുലേഖ 1,10,000 കോപ്പി ഇതുവരെയായിട്ട് അടിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്ര അടിച്ചൊരു ബുക്കില്ല. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ലഘുലേഖകൾ ഉൾക്കൊള്ളുന്ന ഷാഫി സലാഹിയുടെ പുസ്തകങ്ങൾ CD അവിടുന്ന് എടുത്തു മാറ്റി. അതേസമയം അത്രയുമായി 20ന്റെ ബുക്ക് പുള്ളോടെ വിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. കണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ തനിച്ച ഖുറാഫാത്ത് ശൈലിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാണ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മള് ഖുറാഫാത്തിലേക്ക് പോയി. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നോട്ടീസിന്റെ മേലെ എല്ലാം കേൾക്കുക പറ്റുക എന്ന് നമ്മൾ എഴുതി വെച്ചത്. ഇനി സുഹൃത്തുക്കളെ, സക്കരിയ സലാഹി ഇപ്പൊ സംഘടന പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സക്കരിയ സലാഹി വിശദീകരണം കൊണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് സംഘടനയ്ക്ക് വിശദീകരിക്കേണ്ടി വന്നത് എന്നാണ് നമ്മുടെ TP അബ്ദുൽ കോയ മദനി പല സ്ഥലത്ത് വെച്ചും പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയാണോ? സക്കരിയ സലാഹി വിശദീകരണത്തിന് ഇറങ്ങിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി മാത്രമാണ്, ഏതാണ്ട് ഒരു മാസം ആയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടത്തുന്ന വിശദീകരണ യോഗങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ ചേരിതിരിച്ചും എന്നെ പോലെയുള്ള ആളുകൾ ആക്ഷേപിച്ചും ഒരു വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് ഏകപക്ഷീയമായ വിശദീകരണം. ജമിയത്തുൽ ഉലമയുടെ ആദർശമാണെങ്കിൽ ഈ 3 സംഘം മാത്രം വിശദീകരിച്ചാൽ മതിയോ? അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അല്ലാതെ വേറെ ആർക്കും വിശദീകരിക്കാൻ പറ്റൂല. ഇത് ജമിയത്തുൽ ഉലമയിൽ എത്ര ആളുകളുണ്ട്, ഫത്വ ബോർഡിൽ എത്ര ആളുകളുണ്ട്? അവരൊക്കെ കൂടിയാൽ ഒരേ സമയത്ത് 10ഓ 20ഓ മീറ്റിംഗ് കേരളത്തിൽ നടത്താൻ പറ്റും. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു പുതിയ ആദർശം അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയും അനസും കൂടി മെനഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ തൗഹീദും ഒരു പുതിയ ആദർശവും, അതാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പറയണമെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു സമർത്ഥിക്കുന്ന മീറ്റിങ്ങുകൾ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? 2011 ജൂണിലാണ് തുടങ്ങിയത്. 2011 ജൂണിൽ CD ടവറിൽ നടന്നൊരു ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷമാണ് ഒരു വിഭാഗത്തെ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് നമുക്ക് വിശദീകരണം നടത്തണം എന്ന് തീരുമാനിച്ചത്. കാരണം 2011 ആഗസ്റ്റിൽ KNM-ന്റെ ഇലക്ഷൻ വിജ്ഞാപനം പുറത്തു വരാൻ പോവാണ്. 2012 ജനുവരിയിൽ നിലവിൽ വരുന്ന KNM കമ്മിറ്റി ഉണ്ടാകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഇലക്ഷൻ പ്രചരണം എന്ന നിലക്കാണ് ആ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആ യോഗങ്ങളിൽ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ആരോപണം അവർ ശക്തിയായി ഉന്നയിക്കുകയും ആളുകളെ ചേരിച്ചിരിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ എല്ലാ യൂണിറ്റിലും മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു. പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. എന്താ? ഇവിടെ വിശദീകരണം നടന്നിട്ടില്ല. എന്നിട്ട് ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. ഒക്ടോബർ 14 KJU വിശദീകരണം. ആ വിശദീകരണം കഴിഞ്ഞ് ആളുകൾ പിരിയുന്നത് 2 മനസ്സുമായിട്ടാണ്. അങ്ങനെ യൂണിറ്റിൽ വന്ന് ചേരിതിരിവുണ്ടാവുകയാണ്. എല്ലായിടത്തും ചേരിതിരിവുണ്ടാക്കി. വാസ്തവത്തിൽ ഗുരുതരമായ ഈ ശിർക്കാരോപണം, ആ ശിർക്കാരോപണത്തിന്റെ ഗൗരവം എത്രയാണെന്ന് അവർ മനസ്സിലാക്കണം. ഒരാളുടെ പേരിൽ നാം ശിർക്കാരോപിച്ചാൽ അയാൾ ചെയ്യുന്നത് ശിർക്കല്ലെങ്കിൽ അത് ആരോപിച്ചവരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ഹദീസ്. ഇവിടെ കേരളത്തിലെ സമസ്തക്കാർ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. എമ്പാടും തെളിവുകൾ വാദപ്രതിവാദത്തിലൂടെയും ഖണ്ഡന പ്രസംഗത്തിലൂടെയും. മാത്രമല്ല അവർ തന്നെ പറയുന്നു, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്യത്തീൻ ശൈഖ് കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്നത് അത് ശിർക്കല്ല, അത് സുന്നത്താണെന്ന് ചിലർ, അല്ല ജായിസാണെന്ന് വേറെ ചിലർ. അപ്പൊ അത് സുന്നികളും പറയുന്നത് ശിർക്കാരോപണം എന്നല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കും. സുന്നികൾ പറയും പോലെയല്ല. നമ്മളെ കുറിച്ച് ഇവർ ആരോപിക്കുന്നത് ഇതുവരെയും ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ശിർക്ക് അല്ല എന്നതിന് എന്താ തെളിവ് എന്നാ ചോദിക്കുന്നത്. ശിർക്ക് അല്ല എന്നതിന് തെളിവിന്റെ ആവശ്യമല്ല, അത് ശിർക്ക് അല്ല എന്നതിന് ഇതിന്റെ തെളിവ്. ശിർക്കാണ് എന്നതിനാ തെളിവ് വേണ്ടത്. മനസ്സിലായില്ലേ? KKP അബ്ദുള്ളയുടെ കൂടെ മഞ്ഞ പുസ്തകം എഴുതാൻ സഹായിച്ച സിദ്ദീഖ് തലശ്ശേരി ഇന്നലെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്താണ്? ഒരൊറ്റ ചോദ്യം, ഇത് ശിർക്കല്ല എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? ഒരു തെളിവിന്റെ ആവശ്യമല്ല. ശിർക്കല്ല എന്നതിന്റെ അതിന്റെ തെളിവ്. ശിർക്കാണ് എന്ന് പറയുന്നവരാ തെളിവ് കൊണ്ടുവരേണ്ടത്. ഈ 2012 വരെയും ശിർക്കല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ പുതിയ ശിർക്കായിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ആരോപണം, ഇന്ന് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം, എന്നെ പോലെയുള്ള മുജാഹിദ് പ്രവർത്തകർ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ശിർക്ക് ആരോപണം 2002 മുതൽ ഹുസൈൻ മടവൂരിന്റെ കൂടെ പോയ ആളുകൾ ഉന്നയിച്ച് പരാജയപ്പെട്ടതാണ്.
35 പേരെ പുറത്താക്കി പിറ്റേന്ന് കൊടുത്ത പത്രവാർത്തയിൽ എന്താ ഉണ്ടായിരുന്നത്? ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പൊ ജിന്നു സേവയിലേക്ക് പോയി, പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദുകൾ പോയി എന്ന് 2002 ആഗസ്റ്റ് മുതൽക്ക് മടവൂർ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു. 2006 സെൻസിംഗിന് കൊടുത്ത അഭിമുഖത്തിൽ അബ്ദുസ്സലാം സ്വല്ലമി ഉറപ്പിച്ചു പറഞ്ഞു മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന്. 2007 ഏപ്രിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ഇസ്ലാഹിൽ വന്നപ്പോൾ അബ്ദുസ്സലാം സ്വല്ലമിയും കരിമ്പലാക്കലും മലിമദനിയും ഇവിടുത്തെ മാതിരി അവിടെയുണ്ട് ഒരു മൂവർ സംഘം. ആ മൂവർ സംഘം ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതാ ശിർക്കിലേക്ക് പോയി, ശിർക്ക് തന്നെ. അന്ന് തുടങ്ങിയ ആരോപണം അന്ന് നമ്മൾ ഒന്നിച്ചു നേരിട്ടു. KNMന്റെ ബാനറിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നേരിട്ടു. ഇല്ല, അതിൽ ശിർക്കില്ല, ആ എഴുതിയത് ശിർക്കല്ല. അങ്ങനെ 2012 അബ്ദുസ്സലാം സ്വല്ലമി അന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു കൂട്ടർ ഏറ്റെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ശിർക്കാണ് അന്ന് മനസ്സിലായി. ഇവർക്ക് 5 കൊല്ലം കഴിയേണ്ടി എന്ന് മനസ്സിലാകാൻ. അപ്പൊ ഇനി സലാം സ്വല്ലമിന്റെ ദർസ് പോയി പഠിച്ചോട്ടെ അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടി അനസും ഒക്കെ. കാരണം അയാൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഇവരിപ്പോ പറയണത് ഈ 5 കൊല്ലവും പറഞ്ഞ് ശിർക്കല്ല മടവൂരികളെ, അത് കുബൂരികൾ ഏറ്റെടുത്തപ്പോ പറഞ്ഞു ശിർക്കല്ല കുബൂരികളെ എന്ന്. ഇപ്പൊ അതേ ആളുകൾ പറയാണത് ശിർക്കാണ് സമ്മതിച്ചില്ലെങ്കിൽ സംഘടന പുറത്താക്കും. അതപ്പൊ എനിക്കുണ്ടായത് പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. പുതിയ ഭേദഗതി 2002 പുതിയ തൗഹീദ് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ എനിക്കതിൽ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 6 മാസമായി എന്നെ സംഘടനയിൽ നിന്ന് പ്രസംഗ വേദികൾ വിലക്കി മാറ്റി നിർത്തിയിരിക്കുന്നു. ഖുതുബയല്ലാത്ത മറ്റൊന്നും പാടില്ല. എന്താ കാരണം? 2012 ഫെബ്രുവരിയിൽ പുളിക്കൽ വെച്ച് നടന്നൊരു മീറ്റിംഗിൽ 42 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. അതിൽ 10 മിനിറ്റ് റുഖ്യ ശർഈയയുമായി ബന്ധപ്പെട്ട ശർഈയായ മന്ത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിൽ സ്റ്റേജിലിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലോക സലഫികൾക്കിടയിൽ യാതൊരു വിവാദവും ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത്. അധ്യക്ഷനായ PN എന്നോട് വിവാദങ്ങൾ പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിവാദവും ഇല്ലാത്ത 2-3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ അബ്ദുറഹ്മാൻ സലഫിക്ക് അത് വിവാദമായി തോന്നി. അയാൾ പ്രശ്നമാക്കി എന്ന് മാത്രല്ല, അദ്ദേഹം KNM സെക്രട്ടേറിയറ്റിൽ പരാതിപ്പെട്ടു. സെക്രട്ടേറിയറ്റ് എന്നോട് സംസാരിക്കാൻ PN ചുമതലപ്പെടുത്തി. PN വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ശരി, ഞാൻ സംസാരിക്കൽ നിർത്താം. പക്ഷേ KJU വിശദീകരണം എന്ന് പറഞ്ഞ നാടായ നാട്ടിലൊക്കെ ഇവർ നടന്ന് ഈ പറയുന്ന തോന്നിയാസങ്ങളോ അത് നിർത്തുവോ? ഇത് ഞാനും നിർത്താം. ഒരു 1 സൈഡ് വിശദീകരണം സംഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു കൂട്ടർ നടത്തുന്ന അത് ശരിയാവുമോ? അപ്പൊ PN പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ചു. അവര് പറഞ്ഞു ഞങ്ങൾക്കത് നിർത്താൻ പറ്റൂല, ഞങ്ങൾ സംഘടനാ നിലപാട് വിശദീകരിക്കുകയാണ്. സക്കരിയ നിർത്തണം, ഞങ്ങൾക്ക് നിർത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഇത് നീതിയാണോ? ഒരു ഭാഗം മാത്രം കേൾക്കാൻ ആളുകൾക്ക് അവസരം ഉണ്ടാക്കാൻ, ഞങ്ങളെയൊക്കെ വായ മൂടിക്കെട്ടിയിട്ട് ഇങ്ങനെ മൂവർ സംഘം മാത്രം വിശദീകരിക്കാം. അത് തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. അതൊരു പ്രത്യേക ദിശയിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഇലക്ഷൻ തന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിർത്താൻ പറ്റൂല എന്നാ പറഞ്ഞത്. എന്നിട്ടോ എന്താ സംഭവിച്ചത്? ഞാൻ അവസാനം PNനോട് പറഞ്ഞു ശരി, ഞാൻ നിർത്താം, ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ. എന്നിട്ട് എന്റെ പേരിൽ ദഅവത്ത് മുടങ്ങിപ്പോണ്ടല്ലോ. സംഘടനയുമായി പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു നിൽക്കാൻ ഞാൻ ശ്രമിച്ചു. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇക്കഴിഞ്ഞ ജൂൺ 18 എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഞാൻ ക്ഷമിച്ചത് കൊണ്ടാ. പോഷക ഘടകങ്ങളുടെ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പങ്കെടുത്തില്ല. അവര് പറഞ്ഞ നിയമം പാലിച്ചു, ഖുതുബ മാത്രം നടത്തി. റമദാനിൽ പോലും ഒരു തസ്കിയത്ത് ക്ലാസ് നടത്താൻ അനുവാദം കിട്ടാതെ ഞാൻ വീട്ടിലിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. എന്താ ഞാൻ ചെയ്ത കുറ്റം? പുളിക്കൽ പ്രസംഗത്തിൽ നമ്മുടെ പ്രഖ്യാപിത ആദർശങ്ങൾക്കും പ്രബോധന മര്യാദകൾക്കും എതിരായി പ്രസംഗിച്ചു. ഇന്ന് വരെ എന്റെ കുറ്റം എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു മൊത്തം പ്രസ്താവനയാണ്. പ്രഖ്യാപിതാദർശത്തിനും പ്രബോധന മര്യാദക്കും പ്രവർത്തിച്ചു. ഏതാ പ്രഖ്യാപിതാദർശം? ഏതാദർശത്തിനെതില്ല പ്രസംഗിച്ചത്? എന്താ പ്രസംഗിച്ചത്? ഇപ്പൊ കുറ്റപത്രം എന്നും പറഞ്ഞിട്ട് കൊണ്ടിടക്കുന്നുണ്ട്. ഇപ്പൊ വിചിന്തനം റീഡേഴ്സ് ഫോറം കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു രഹസ്യ നോട്ടീസ് എരഞ്ഞിക്കീല പള്ളിയിൽ ചില ആൾ കീസിലിട്ടിട്ട് മേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അതെനിക്കെതിലുള്ള കുറ്റപത്ര. ആ കുറ്റപത്രം എന്താ പുറത്തിറക്കാത്ര മടി? ആദ്യം കുറ്റപത്രം എനിക്കല്ലേ തരേണ്ടത്? കുറ്റം ചെയ്ത ആൾക്ക് കുറ്റപത്രം കൊടുത്തിട്ട് ഈ കുറ്റം നിങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിക്കണ്ടേ? ഇതുവരെയും ചോദിച്ചിട്ടില്ല. മാത്രല്ല, ഏറ്റവും നല്ല ബഹുരസം എന്താ വെച്ചാ കുറ്റപത്രത്തിൽ കുറ്റം എന്താണെന്ന് മാത്രല്ല,
അത് മുഴുവൻ വായിച്ചു നോക്കിയാല് 2006 മുതൽ കഴിഞ്ഞ 2007 മുതൽ കഴിഞ്ഞ 5 വർഷമായി 23 ഇടപെടലുകളും നടപടികളും നടത്തിയിട്ട് സക്കരിയ സലാഹി ഒതുങ്ങാതെ പുറത്തുപോയി. എന്താ 23? ഈ 23 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആളുകൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആ 23 കേട്ടിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ള 30-ലധികം കാര്യങ്ങൾ KJU എക്സിക്യൂട്ടീവിന് മുമ്പിലും KJU കൗൺസിലിന് മുമ്പിലും ഞാൻ കൊടുത്തു, കത്തായി കൊടുത്തു. അതവിടെ വായിക്കുക പോലും ചെയ്തില്ല. കഴിഞ്ഞ 30 വർഷക്കാലമായി ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ഒരു നിവേദനം എക്സിക്യൂട്ടീവിലോ കൗൺസിലിലോ വായിക്കാതെ അവർ അവഗണിച്ചു കളഞ്ഞു. അതിവിടെ പുസ്തകമായി നിങ്ങൾക്ക് ലഭിക്കും. കുറച്ച് കോപ്പി പെടുന്ന സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന പേരിൽ നിങ്ങളത് വായിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ എന്റെ കുറ്റം എന്താണെന്ന് പറയാതെ, എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ, എന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകാതെ ഏകപക്ഷീയമായ അന്വേഷണം നടത്തി വൺ സൈഡ് മാത്രമായിട്ട് വിധി പ്രഖ്യാപിക്കുക ചെയ്തിട്ടുള്ളത്. എന്റെ കാര്യത്തിൽ അന്വേഷണം നടത്തിയത് ആരാ? അന്വേഷണ സമിതി അബ്ദുറഹ്മാൻ സലഫി. ജഡ്ജി ആരാ? അബ്ദുറഹ്മാൻ സലഫി. വിധി പ്രസ്താവിച്ചത് ആരാ? അബ്ദുറഹ്മാൻ സലഫി. കുറ്റപത്രം തയ്യാറാക്കിയത് ആരാ? അബ്ദുറഹ്മാൻ സലഫി. അത് നാടാകെ വിശദീകരിക്കുന്ന ആരാ? അയാളും അയാളുടെ മുയ്യിദന്മാരും, മൂവർ സംഘവും. കണ്ടോ? ഇത് നീതിയാണോ? എന്നെ പുറത്താക്കണമെന്ന് വർഷങ്ങളായി ആഗ്രഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അബ്ദുറഹ്മാൻ സലഫി. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുജാഹിദ് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ എന്റെ കാര്യത്തിൽ അന്വേഷണത്തിന് ഏൽപ്പിച്ചത് സാമാന്യ മര്യാദക്ക് നിരക്കുന്നതാണോ? ഒരാക്ഷേപം ഉന്നയിച്ച ആൾ ആരെങ്കിലും ജഡ്ജിയാക്കുവോ? അന്വേഷണ കമ്മീഷനാക്കുവോ? എന്നാൽ അതാ സംഭവിച്ചത്. 2009 എന്നെയും മുജാഹിദ് ബാലുശ്ശേരിയും മാറ്റി നിർത്തിയെന്ന് പറഞ്ഞ് തേജസ്സിൽ വാർത്ത വരികയും പിറ്റേ ദിവസം KNM നേതാക്കളെ നിഷേധിക്കുകയും, പക്ഷേ അതിന്റെ അടിയിൽ തന്നെ ലേഖകൻ കൊടുത്തു, ഞങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത കൊടുത്തത്. അന്ന് TP യെ സമീപിച്ച പ്രവർത്തകരോട് TP പറഞ്ഞ എന്താ അറിയോ? എന്താ ചെയ്യാ? അബ്ദുറഹ്മാൻ സലഫിക്ക് വാശി സക്കരിയ സലാഹിയെ പുറത്താക്കണം. അന്ന് തുടങ്ങിയത് അയാള് 2009. അന്നൊന്ന് കുറെ ശ്രമിച്ചിട്ടാ ഒന്ന് പുറത്തായി കിട്ടിയത്. പക്ഷെ അത് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടി വന്നു ജനങ്ങളെ പ്രതികരണം കൊണ്ട്. എന്നിട്ട് വീണ്ടും തുടങ്ങി. ഈ 23 പറ്റി നമ്മളെ ചില ആളുകൾ പറയാണ്, സക്കരിയ സലാഹി 23 കുറ്റം ചെയ്തു എന്നാ തലശ്ശേരി സലഫി പറഞ്ഞത്. വേറെ ചില ആളുകൾ പറയാണ് 23 അവസരം കൊടുത്തു മൂപ്പർക്ക് തിരുത്താൻ, എന്നിട്ടും തിരുത്തിയില്ല. സലഫി കരയണത് കണ്ടില്ലേ? അയാള് പറയാണ്, ഞാൻ സക്കരിയ നീ ഇതിലും നിക്ക് എന്നും പറഞ്ഞ് ഞാൻ കാല് പിടിച്ചിട്ടോ കൊതറിപ്പോയതാണേ. അത് കേട്ട് പെണ്ണുങ്ങളൊക്കെ വിശ്വസിച്ച് നടക്കുക. പച്ചക്കള്ളമാണ് പറഞ്ഞത്, പച്ചക്കള്ളം. ആ 23 എന്ന് പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 2002 മുതൽ മടവൂർ വിഭാഗം പുറത്തുപോയ 1 മുതൽ അവര് എടുത്തിട്ടതാണ് ജിന്നും സീറും. ആ വിഷയത്തിൽ KNM-ഉം KJ-യും കൈക്കൊണ്ട നടപടികളാണ് ആ 23 എണ്ണമിട്ട് നാൾ വഴി എന്ന് പറയുന്നത്. അത് എനിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല സുഹൃത്തുക്കളെ. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ മര്യാദ ലംഘിച്ച് പുറത്തിറങ്ങി, സംഘടനകളുടെ നിയമം പാലിക്കാതെ പുറത്തിറങ്ങി എന്ന് പറയുന്നവരോടാണ്. നിങ്ങൾ നോക്കൂ, ഖത്തറിലുള്ളപ്പോഴാണ്, ഞാൻ കുവൈത്തിലുള്ളപ്പോഴാണ് എനിക്കതിൽ ഷോക്ക് ഓഫ് നോട്ടീസ് ഇറക്കിയത്. വാറണ്ട് പോലെ എന്റെ വീട്ടിൽ, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ CD ഇട്ടവർന്ന് കത്തും കൊണ്ട് ആള് വരിക. എന്താ അറസ്റ്റ് ചെയ്യാൻ വരുന്നോ? ഞാൻ ഖത്തറിലാണ്, ഞാൻ കുവൈത്തിലാണ്, അവർക്ക് അറിയാം. പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? വാറണ്ട് നടത്തിന്ന് കോടതി രേഖണ്ടാക്കാൻ. ഞാൻ വന്നിട്ട് പറഞ്ഞാൽ ഒരു പ്രസംഗത്തിൽ വന്ന തെറ്റല്ലേ, അല്ലാതെ ഒരുപാട് ആളെ കൊന്നിട്ട് പോയതൊന്നല്ലോ. ഒരു പ്രസംഗത്തിൽ വന്ന തെറ്റ് ഇവിടെ തിരിച്ചു വന്നിട്ട് സക്കരിയ നിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ തെറ്റുണ്ട്, നീ ഇത് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരുത്തിയില്ലെങ്കിലല്ലേ നടപടി എടുക്കുക. അതാണ് ഒരു നാട്ടുമര്യാദ, ഇസ്ലാമിക മര്യാദക്ക് അവിടെ നിൽക്കട്ടെ. അതെങ്കിലും പാലിച്ചോ? ഞാൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കൊടുത്തു, പിന്നെ ഇമെയിൽ അയച്ചത്രേ. എന്നിട്ട് കുവൈത്ത് കഴിഞ്ഞ് ഖത്തറിലേക്ക് ഞാൻ പോയി. അവിടെ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു വിലക്കുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ അവിടുത്തെ പ്രവർത്തകരോട് ചോദിച്ചു, പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇത് നേരത്തെ നിശ്ചയിച്ച പരിപാടികളല്ലേ, ഗൾഫിലെ പരിപാടികൾ എങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കണമല്ലോ, ഇന്നലെ ഉണ്ടായ വിലക്ക് ഇതിനെങ്ങനെ ബാധകാകുക എന്ന നിലക്ക് അവിടെ പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷേ പിന്നീട് സമ്മർദ്ദങ്ങൾ ഉണ്ടായി, നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസം നിശ്ചയിച്ച പരിപാടി 10 ദിവസമായി ചുരുക്കി ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിൽ ചെന്നപ്പോൾ ആളുകൾ ചോദിച്ചു, ഇവിടെ പരിപാടി നടത്തിക്കൂടെ? ഞാൻ പറഞ്ഞു, ഇസ്ലാഹി സെന്റർ പോഷക ഘടകമാണ് KNM-ന്റെ, അതുകൊണ്ട് അതിന്റെ കീഴിൽ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കൂല. എന്നാൽ അവിടെ മർക്കസ് തൗഹിയത്തിൽ ജാലിയാത്ത് എന്ന് പറഞ്ഞ് അന്യനാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് ഓഫീസുകളുണ്ട്. അവിടെ മലയാളം പരിപാടികൾ നടക്കാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പങ്കെടുക്കാം, പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാഹി സെന്ററിൽ ഒരു ഭിന്നിപ്പോ ചിത്രത ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ജുബൈലിൽ നടന്നപ്പോ ചെറിയ ഭിന്നിപ്പ് വരുന്നത് ഞാൻ പറഞ്ഞ പരിപാടി വേണ്ട.
അതുപോലെ തന്നെ മദീനയിൽ ചെന്നപ്പോ ഇസ്രായേൽ സെന്റർ നേരിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ മാത്രമാണ് ജാലിയാത്തിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത്. അപ്പൊ ഖത്തറിൽ പ്രസംഗിച്ചതും അതുപോലെ സൗദിയിൽ പ്രസംഗിച്ചതും ഒക്കെ തികഞ്ഞ അച്ചടക്ക ലംഘനമാണെന്നും ഭരണസമിതിയുടെ തീരുമാനങ്ങളെ ലംഘിച്ചതിന് രേഖാമൂലം മാപ്പ് എഴുതി കൊടുക്കണമെന്നും ഒക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഞാൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ല, എന്നാലല്ലേ മാപ്പ് ചോദിക്കേണ്ട പ്രശ്നമുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്ത ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ അവിടുന്ന് കത്തെഴുതി 15 ദിവസത്തിനകം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് എനിക്ക് നൽകിയ കത്തിലുള്ളത്. ഞാൻ ഗൾഫിൽ പോയതാണെന്നറിയാം, പെട്ടെന്ന് 15 ദിവസം കൊണ്ട് വരാൻ കഴിയില്ല എന്നറിയാം. എന്നിട്ടും അപ്പൊ ഞാൻ 14-ാം ദിവസം മറുപടി കൊടുത്തു, ഞാൻ നാട്ടിലെത്തിയാലുടൻ വിശദീകരണം തരാം. ഏപ്രിൽ 29-ന് ഞാൻ നാട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞിട്ട് TP-യെ വിളിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ സൗദി പോവാണ്, AP-യെ കണ്ടാ മതി. അഹമ്മദ് അലി മദനിയെ വിളിച്ചു, MM മദനിയെ വിളിച്ചു. അവരൊക്കെ പറഞ്ഞു AP-യെ കണ്ടാൽ മതി. ഞാൻ മെയ് 4-ന് തന്നെ എനിക്ക് പറയാനുള്ളത് എഴുതി തയ്യാറാക്കി AP-യുടെ വീട്ടിൽ പോയി. സുഖമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് സംസാരിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു TP ഒക്കെ അങ്ങ് വരട്ടെ. അപ്പൊ ഞാനിത് കൊടുത്തു. 2 പ്രവർത്തകരെ കൂടെ കൂട്ടിയിരുന്നു സാക്ഷിക്ക് വേണ്ടി. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, ഉണ്ണിക്കുട്ടി മൗലവിയോട് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, ബാബു സേട്ടനെയും വിളിച്ചു. എന്തിനാ ഇത്? വിശദീകരണം കൊടുത്തു എന്നത് അവർക്ക് കൂടി സാക്ഷികളാക്കാൻ. പക്ഷെ എനിക്കതിന് കുറ്റപത്രത്തിൽ എന്താ പറഞ്ഞത്? മെയ് 21-നാണ് വിശദീകരണം നൽകിയതെന്ന്. പച്ചക്കളവായിട്ടുള്ളത്. കാരണം എന്താ? ഞാൻ കരുതിക്കൂട്ടി കാലവിളംബം വരുത്തിയെന്ന് എന്റെ പേരിൽ ഒരു ചാർജ് ഉണ്ടാക്കണം. AP-യുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത കത്ത് 2 മുജാഹിദ് പ്രവർത്തകരെ സാക്ഷിയാക്കി 2 KNM എക്സിക്യൂട്ടീവ് മെമ്പർമാർ തത്സമയം ഫോൺ ചെയ്തറിയിച്ചിട്ട് പോലും ഇങ്ങനെയുള്ള കളവാണ് ആ കുറ്റപത്രത്തിൽ വന്നിട്ടുള്ളത്. ഏതായാലും ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞ് മെയ് 22-ന് വീണ്ടും എന്നെ CD ടവറിൽ വിളിച്ചു ചർച്ചയ്ക്ക് വേണ്ടി. 6-7 ആളുകൾ വളഞ്ഞു വെച്ച് കോടതി വിസ്താരം പോലെ അബ്ദുറഹ്മാൻ സലഫി കുറെ ചോദ്യം ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് അതിങ്ങനെ ചോദിക്കുക, ഞാൻ പറയണത് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സലഫി കോടതി രേഖ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നല്ല. ഇടയ്ക്ക് ചായക്ക് കൊണ്ട് നിർത്തിയപ്പോ പുറത്തു പോയപ്പോ ഞാൻ TP-യോട് പറഞ്ഞു, സാർ എന്താണിത്? ഞാൻ വീണ്ടും നിങ്ങളടുത്തിൽ വന്നത് എന്നെ കൊണ്ട് സംഘടനയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ വിചാരിച്ച ഞാൻ മാറി നിന്ന സജീവനായ കുറെ പ്രവർത്തകർ മാറി നിൽക്കും. സംഘടനയിൽ വീണ്ടും ഒരു ഭിന്നിപ്പുണ്ടാകും. അതുകൊണ്ടാണ് വീണ്ടും താഴ്മയോടെ നിങ്ങളടുത്ത് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു നോക്കും അബ്ദുറഹ്മാൻ സലഫിയെ നിങ്ങൾ വക്കീൽ പണി ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അയാളിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് സംസാരിക്കും. അയാൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചാന്നൊക്കെ പറഞ്ഞു ഉപരന്ന് ഒഴിഞ്ഞു മാറി. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും നിങ്ങൾ നിഷ്പക്ഷരായിരിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന് സങ്കടം പറയേണ്ടവരാ നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ആളുകളാകരുത് എന്നൊക്കെ സംസാരിച്ചു. 5 മണിക്കൂറോളം ചർച്ച നടന്നു. ചർച്ചയ്ക്ക് അവസാനം യോജിച്ചു പോകണം, ഐക്യപ്പെടണം എന്നൊക്കെ പറഞ്ഞു. പരസ്പരം കെട്ടിപ്പിടിച്ചു, കൈയൊക്കെ കൊടുത്തു പിരിഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ചർച്ച? നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചില പ്രവർത്തകർ മെസ്സേജ് അയച്ചു, സക്കരിയാസലായി വീണ്ടും പ്രബോധന രംഗത്തേക്ക് പ്രശ്നങ്ങൾ തീർന്നു. ഉടനെ CD ടവറിൽ പോയിട്ട് അബ്ദുറഹ്മാൻ സലഫി വീണ്ടും ഒരു സർക്കുലർ, പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, മൊഴി എടുത്തിട്ടേ ഉള്ളൂ. എന്നെ വീണ്ടും അപമാനിച്ചു. അത് കഴിഞ്ഞു. പിന്നെയും 2 മാസം കഴിഞ്ഞിട്ടാണ് ജൂലൈ 18-ന് KNM എക്സിക്യൂട്ടീവ് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ മുടിക്കൊണ്ടല്ല, എന്റെ ക്ഷമ കൊണ്ട്. എന്നാൽ ജൂലൈ 18-ന് ഞാൻ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന വിവരം മെയ് 22-ന് വെറുതെ 2 മാസം ഏകപക്ഷീയമായ അന്വേഷണം നടത്തി കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടായതാ. അത് കഴിഞ്ഞിട്ട് ജൂലൈ 18 കഴിഞ്ഞിട്ട് കത്ത് കിട്ടും, തിരിച്ചെടുത്തു എന്ന കത്ത് കിട്ടുമെന്ന് കാത്തിരിക്കുമ്പോ വീണ്ടും CD ടവറിന്ന് കൂലിക്കാരൻ വീട്ടിൽ വരികയാണ്. നിങ്ങൾക്കൊരു കത്തുണ്ട്. എന്താ കത്ത്? നിങ്ങൾ ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി വീണ്ടും CD ടവറിൽ ചെല്ലണം. കൂടിക്കാഴ്ചക്ക് ചെന്ന് നോക്കുമ്പോ എന്താ ഉള്ളത് അറിയോ? 2 പേപ്പർ എഴുതി കൊണ്ടുവന്നിരിക്കുക. അന്വേഷണ സമിതിയുടെ ശുപാർശകൾ, തിരിച്ചെടുക്കാനുള്ള നിബന്ധനകൾ, അതിൽ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ വായിച്ചു നോക്കുമ്പോ എനിക്ക് ഒപ്പിടാൻ പറ്റാത്തതാ. നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന ആ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ നിബന്ധനകളിൽ ഒന്നാമത്തേന്നറിയോ? KK സക്കരിയാസലാഹി പഴയ വാദങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി. പഴയ വാദങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ആയത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KNM-ന് സമർപ്പിക്കുകയും KJയുടെ അംഗീകാരത്തോടെ അത് വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഇതിനെപ്പറ്റി ചർച്ച മതപ്രയോഗം വേണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ, അധികാര സ്വരത്തിൽ TP. അപ്പൊ റമദാനാണ്, കൂടുതൽ തർക്കിക്കാന്നില്ല. 10-75 കിലോമീറ്റർ ഉള്ള കോഴിക്കോട്ടേക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ അടിയിൽ എഴുതി കൊടുത്തു, ഈ കാര്യത്തിൽ എനിക്ക് ആലോചിക്കാനും പഠിക്കാനും സമയം വേണം.
കേട്ടോ. കാരണം എന്താ, അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റൂല. അതിനടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി, ജിന്നിനോട് വിളിച്ച് സഹായം ചോദിക്കാം എന്ന് മുമ്പ് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സംഘടനയില് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടി ആ വാദത്തെ ഞാൻ ഖേദിച്ചു മടക്കി എന്ന് വരുത്തണം. അബ്ദുറഹ്മാൻ സലഫിയുടെ കുതന്ത്രത്തിൽ മുക്കിപ്പൊരിച്ച വാചകമായിരുന്നു അത്. ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പേർ ഒരു കടലാസ് ഭരണസമിതി മുമ്പാകെ കെ സക്കരിയ സലാഹി ബോധിപ്പിക്കുന്നത്. അതിലെന്താ അറിയോ, ജിന്നിനോടുള്ള സഹായതട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്റെ സംസാരങ്ങളിലും ലേഖനങ്ങളിലും വന്ന പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അതുവഴി ആദർശ ബന്ധുക്കൾക്കുണ്ടായ ആശയക്കുഴപ്പത്തിലും പ്രസ്ഥാനത്തിനുണ്ടായ പ്രയാസത്തിലും എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അതിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ എന്തായി, എന്റെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ പ്രമാണവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. എനിക്ക് ഒന്നെങ്കിലും ബോധ്യപ്പെടുത്തി തന്നോ, നിന്റെ ഇന്ന വാദം പ്രമാണത്തിനെതിരാണ്, ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ്, ബോധ്യപ്പെടുത്തി തരാതെ ഇവരിവരെ മനസ്സിൽ എന്തൊക്കെയോ കണ്ടിട്ട് സാങ്കല്പികമായി എന്റെ പേരിൽ ആക്ഷേപിച്ച് ആരോപിക്കുന്ന കുറ്റത്തിന് വേണ്ടി എനിക്ക് ഖേദിച്ചു മടങ്ങാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതിന്റെ അടിയിലും എഴുതി, മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. അങ്ങനെ 31-ാം തീയതി അത് നടക്കുന്നത്, ആഗസ്റ്റ് 31-ന്. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. 31-ാം തീയതി കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞാന് അപ്പൊ എപ്പോഴും ഒപ്പിട്ട് വരാ, പെരുന്നാൾ റമദാൻ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയണ്ട, റമദാൻ കഴിഞ്ഞാൽ വൈകാതെ എഴുത്തരാ. റമദാൻ കഴിഞ്ഞ് 6 നോമ്പ് കൂടി കഴിഞ്ഞു അടിയന്തര എക്സിക്യൂട്ടീവ് ഉണ്ട് എന്ന് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞു. അപ്പൊ ഞാന് എഴുതി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു കത്ത് വേഗം പൂർത്തിയാക്കി TP-യെ കാണാൻ വേണ്ടി പോയി. എന്തുകൊണ്ടാണ് ഞാൻ ആ നിബന്ധനകളിൽ ഒപ്പിടാതിരുന്നത്? ആ നിബന്ധനകളിൽ എനിക്കില്ലാത്ത വാദങ്ങൾ ഉണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. അത് ഒഴിവാക്കി തന്നാൽ ഞാൻ അതിൽ ഒപ്പിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാന് ഒരു കത്ത് കസേര മറിഞ്ഞാണ്, വേറൊന്നുമില്ല. ഞാൻ ഒരു കത്ത് തയ്യാറാക്കി TP-യുടെ വീട്ടിൽ പോയി. എക്സിക്യൂട്ടീവ് നടക്കുന്ന അന്ന് രാവിലെ 8 മണിക്ക്. അദ്ദേഹം പറഞ്ഞു, സക്കരി എന്താ തൊട്ട് വരാത്തത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ എന്നെ ഒന്ന് മൊഞ്ചാക്കി. വാസ്തവത്തിൽ എന്താ ചെയ്തത്, അന്ന് നേരെ പോയിട്ട് എന്നെ പുറത്താക്കുക ചെയ്തത്. കണ്ടോ? അപ്പൊ എന്റെ കത്ത് അവിടെ വായിച്ചില്ല. എക്സിക്യൂട്ടീവിന് ഞാൻ കൊടുത്ത കത്ത് വായിക്കാതെ അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന എനിക്കതിലുള്ള കുറ്റപത്രം വായിച്ച് ആണ് പാസ്സാക്കി. കാരണം ഗ്രൂപ്പ് ആനുകൂല്യത്തിൽ ഈ എക്സിക്യൂട്ടീവിൽ വന്നവരവിടെ ഭൂരിപക്ഷം. പിന്നുള്ള ചില ആളുകള്, പ്രായം ചെന്ന ആളുകൾ, നമ്മളിപ്പോ എന്തിനാ ബഹളത്തിന് നിൽക്കണേ എന്ന് വിചാരിക്കുന്ന ആളുകൾ. പിന്നെ ചില ആളുകളുണ്ട് എക്സിക്യൂട്ടീവില്, ഞാനായിട്ട് ഇപ്പൊ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, ഞാനിപ്പോ ഒരു വിവാദത്തിന് നിൽക്കണ്ട, എപിന്റെ ടീപ്പിന്റെ ഒക്കെ മുമ്പിൽ വെച്ചൊരു ബഹളം വേണ്ട എന്ന നിലക്ക് മിണ്ടാത്തവർ. അങ്ങനെ ആരും പ്രതികരിക്കാതെ അത് പാസ്സാക്കി. ഞാൻ ആ കത്ത് നൂർഷക്ക് കൊടുത്തിട്ടുണ്ട്, എപിക്ക് കൊടുത്തിട്ടുണ്ട്, EK പന്നൂരിന് കൊടുത്തിട്ടുണ്ട്, എമ്മദനിക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ കൊടുത്തതാണ്. പക്ഷേ എന്നിട്ട് പോലും എന്റെ കത്ത് എക്സിക്യൂട്ടീവിൽ വായിച്ചില്ല. ആ കത്ത് നിങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇവരെ 23 എന്റെ 30-ലധികം കാര്യങ്ങൾ ആ 2 കത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ശിർക്കിലായിരുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കണം, അച്ചടക്കൽ എങ്ങനെ നടത്തിയെന്ന് സമ്മതിച്ചു കൊടുക്കണം, പ്രമാണവിരുദ്ധമായ വിശ്വാസങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്ന് ഒപ്പിട്ട് കൊടുക്കണം. അത് ചെയ്യാത്തതിന്റെ പേരിൽ, ഞാൻ ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ എനിക്കതിൽ നടപടിയെടുത്തു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, റമദാനിൽ ഞാൻ പുത്തനത്താണിക്കടുത്ത ചെലൂർ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചു. പ്രസംഗിച്ചത് ശരിയാണ്, പക്ഷെ KNM-ന്റെ പോഷകടകളി പരിപാടിയിലല്ല, അവിടുത്തെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്ന ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത്. അതെങ്ങനെ അച്ചടക്ക ലംഘനമാകും? KNM-ന്റെ പോഷകടകളി പരിപാടി ഇല്ലാതെ ലോകത്ത് എവിടെയും പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയാൻ KNM-ന് അധികാരമുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് പിന്നീട് എനിക്കതിൽ കുറ്റമായി പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, അന്ന് ഔദ്യോഗികമായി എന്നെ പുറത്താക്കിയല്ലോ ഭരണസമിതി. എന്നാൽ ആ വിവരം ആദ്യം അറിയിക്കേണ്ടത് ആരെ? എന്നെയാണ്. എന്നെ അറിയിച്ചില്ല. എന്നെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, പിന്നെയും കുറെ കഴിഞ്ഞ് സെപ്റ്റംബർ 7-ന് എന്നെ അറിയിക്കണത്. അതിന്റെ ഇടയിൽ കൗൺസിൽ കൂടി കഴിഞ്ഞു പോയി. ഭരണസമിതി പുറത്താക്കിയാൽ ഭരണഘടന അനുസരിച്ച് എനിക്ക് കൗൺസിലിൽ ഒരു അപ്പീൽ കൊടുക്കാൻ അധികാരം, ഒരു അവകാശം. അപ്പൊ കൗൺസിലിന് അപ്പീൽ കൊടുക്കാൻ അവകാശം നിഷേധിച്ചുകൊണ്ടാണ് കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് എനിക്ക് തരാതിരുന്നത്. എന്ന് മാത്രമല്ല, 22-ാം തീയതി ആഗസ്റ്റിന് എന്നെ പുറത്താക്കിയിട്ട് കൗൺസിൽ നടക്കുന്ന സെപ്റ്റംബർ 2-ാം തീയതിക്ക് മുമ്പായിട്ട് അബ്ദുറഹ്മാൻ സലഫി കൂട്ടർ എന്താ ചെയ്തെന്നറിയോ? 3 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരു മുഖാമുഖ നാടകങ്ങൾ ബൈലക്സ് ലൈവായി കൊടുത്ത് ഇന്റർനെറ്റിൽ ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. ആദ്യം നടന്നത് കൊടുവള്ളിക്കടുത്ത മണ്ണിൽ കടവിൽ വൈകുന്നേരം 4:30 മുതൽ രാത്രി അർദ്ധരാത്രി വരെ നീണ്ടു നിന്നു.
അതെന്തായാലും പ്രമേയം സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയിരിക്കുന്നു, സക്കരിയ സലാഹി ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാ ലോകം മുഴുവൻ കൊട്ടി അറിയിക്കുക. കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ റൂമിൽ ഇരുന്ന് കേൾക്കാം, അയസനിക്ക് ആൾ റൂമിൽ നിന്ന് കേൾക്കാം, പേരൂരിന് ആള് വീട്ടിൽ നിന്ന് കേൾക്കാം. ബൈലക് സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെ പരസ്യമായിട്ട് എനിക്കത് ശിർക്കാരോപണം നടത്തി. അതിന് നേരെ പിറ്റേന്ന് ഇടവണ്ണ 30-ാം തീയതി ഇവിടുന്നൊക്കെ വണ്ടി പോയിരുന്നു ആ ശിർക്കാരോപണ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ആ ശിർക്കാരോപണ സമ്മേളനത്തിൽ രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി 1 മണി വരെ. എന്താ ഇത്ര നേരം പറയാനുള്ളത്? തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതുക, എന്നിട്ട് ആദ്യം തന്നെ നമ്മളെ ഖുറാഫിയെ ചിത്രീകരിക്കുക, എന്നിട്ട് ഖുറാഫിയൽക്ക് ഇതിന്റെ ആയത്തൊക്കെ അങ്ങനെ ഓതുക. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ജിന്നൂരി പഠിച്ചു വെച്ചോ. ഇൻതദഊഹും ലാ യസ്മഊ ദുആക്കും. നമുക്കെതിരില്ലേ ആളുകൾ അന്തം വിട്ടുപോയി. അപ്പൊ ആകെപ്പെടെ ശിർക്കിലേക്ക് പോയി എന്നിട്ട് വരുത്തി തീർക്കുക. ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ജൂതതന്ത്രമാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന ഫത്വകൾ ഇങ്ങനെ വായിക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കുമ്പോൾ ആരൊക്കെ ജിന്നിനോട് സഹായം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പിറ്റേന്ന് ബുസ്താനുൽ ഉലൂമിൽ 1-ാം തീയതി, അതും കഴിഞ്ഞിട്ടാണ് 2-ാം തീയതി കൗൺസിൽ. അപ്പൊ കൗൺസിലിന് വരുന്നതിന് മുമ്പ് എല്ലാ കൗൺസിലർമാരും ഈ 3 മുഖാമുഖങ്ങളിലൂടെ ബ്രെയിൻ വാഷ് ചെയ്തു, ഇയാൾ ശിർക്കിലെത്തിയിട്ടുണ്ട്. എന്നിട്ടാ കൗൺസിൽ നടക്കുന്നത്. അപ്പൊ കൗൺസിൽ ആരെങ്കിലും ചോദിക്കുവോ? ചോദിക്കാൻ പറ്റാത്തവണ്ണം എല്ലാവരും ശിർക്കിലെത്തി. അപ്പൊ 1 സൈഡ് വിശദീകരണമാണോ? നമുക്ക് മിണ്ടാനും പോലല്ലോ, പുറത്താക്കിയ വിവരം പോലും എന്നെ അറിയിച്ചിട്ടില്ല. അങ്ങനെ കൗൺസിൽ ഉണ്ടെന്ന് കേട്ടപ്പോ ഞാൻ എന്റെ ഒരു നിവേദനം ഏപ്പിക്കൊണ്ടേ കൊടുത്തു. അപ്പീൽ കൊടുക്കാൻ ഏതായാലും പറ്റില്ല, ഞാൻ ഔദ്യോഗിക അറിയിച്ചിട്ടില്ല. അതും വായിച്ചില്ല അവിടെ. അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൗൺസിൽ എന്ന് പറഞ്ഞ ആലോചനാ സഭാന ഒരു ചർച്ച ഉണ്ടായില്ല. ഇത്രയും വിവാദമായ ഒരു വിഷയം ഉണ്ടായിട്ട് കൗൺസിലിൽ ചർച്ച എന്നൊരു അജണ്ടനല്ല. ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ കുറ്റപത്രം പൊടിപ്പും തൊങ്കലും വെച്ച് മുഖം വീർപ്പിച്ച് ചങ്ക് കനപ്പിച്ച് അബ്ദുറഹ്മാൻ സലഫി വായിച്ചു. അതങ്ങട് തക്ബീർ ചൊല്ലി പാസ്സാക്കി. പണ്ടൊന്നും നമ്മളെ യോഗത്തിൽ തക്ബീർ ഉണ്ടാവില്ല. അന്ന് തന്നെ ഉണ്ടായത്. അന്ന് അബ്ദുറഹ്മാൻ സലഫി ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ടിപിയുടെ പ്രഖ്യാപനമാണ്. ഓരോ പ്രഖ്യാപനത്തിനും തക്ബീറാണ്. കണ്ടോ? സക്കരിയ സലാഹിയുടെ ആശയവുമായി അതേ ശൈലിയിൽ ഈ സംഘടനയിൽ തുടർന്നവർക്ക് എല്ലാവർക്കും ആ വഴിക്ക് പോകേണ്ടി വരും. അല്ലാഹു അക്ബർ. തക്ബീർ തൊഴിലാളികൾ വീണ്ടും പറയാണ്, ഈ തീരുമാനം ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി അറിയിക്കുന്നു. അല്ലാഹു അക്ബർ. ഒരു ചർച്ച ചെയ്യാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് കേരളത്തിൽ എവിടെയാണോ വിശദീകരിക്കേണ്ടത് അവിടെ വിശദീകരിക്കാൻ കേന്ദ്രവും കേജും തയ്യാറാണ്. യാതൊരു സംശയവും വേണ്ട. അല്ലാഹു അക്ബർ. കണ്ടോ? അബ്ദുറഹ്മാൻ സലഫി കുറ്റപത്രം വായിക്കുന്നവർക്ക് ചില ആളുകൾ ചോദിച്ചോ, പറഞ്ഞത് ശരിയല്ലല്ലോ, അങ്ങനെ എഴുതിയത് ശരിയല്ലല്ലോ. കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ഞാൻ ശിർക്കൻ വാദങ്ങൾ പ്രസംഗിച്ചു എന്നാണ് അയാൾ വായിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ജിന്നുകളെ മലക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അഭിപ്രായമുള്ളതായി ഞാൻ സമർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഞാൻ നേരിട്ട് കേട്ടതാണല്ലോ എന്നൊരു പ്രവർത്തനം ചെയ്തപ്പോ, നിങ്ങൾ യോഗം കഴിഞ്ഞിട്ട് ഒരു പെന്നും കടലാസുട്ട് അപ്പുറത്തെ റൂമിൽ വരും, കാസറ്റ് കേട്ട് ഞാൻ എഴുതി തരാം. അതായത് മറുപടി. അപ്പോഴേക്ക് ടി പി വാങ്ങിയിട്ട് ആരും ശ്രദ്ധിക്കരുത്. അപ്പൊ ശബ്ദം ഉണ്ടാക്കൽ കുറെ ഇരിക്കണം അവിടെ എന്നത് ഗുണ്ടാസ്വരത്തിൽ ഈ കോക്കസിന്റെ ആളുകൾ അവിടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ടി പി എണീറ്റ് എന്ന് പറയാണ്, നിങ്ങൾ സംസാരിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും. ഇവിടുന്ന് പോയ സംസ്ഥാന കൗൺസിലർമാരോട് ചോദിച്ചു നോക്കൂ, സാധാരണ സംസ്ഥാന കൗൺസിൽ ആണോ അവിടെ നടന്നത്? ചോദിക്കണം. നിങ്ങള് കുഞ്ഞോളാജിയോട് പോയി ചോദിച്ചു നോക്കി. ഇവിടുന്ന് പോയ മറ്റു കൗൺസിലർമാരോട് ചോദിച്ചു നോക്കി, സാധാരണ കൗൺസിലാണോ നടന്നത്? ശരിക്കും ഗുണ്ടായിസമായിരുന്നു അവിടെ നടന്നത്. കാസർകോട്ടെ പ്രവർത്തകൻ അണീറ്റുന്നപ്പോ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഇറങ്ങി പോടാ ഇവിടുന്ന്. കാരണം എന്താ? അയാൾക്ക് കോക്കസിന്റെ ആനുകൂല്യത്തിൽ സംസ്ഥാന കൗൺസിൽ സ്ഥാനം കിട്ടിയതാ. സ്വന്തം മണ്ഡലത്തിൽ കൗൺസിലർ ആയില്ല. അപ്പൊ പിന്നെ ഫറൂഖ് മണ്ഡലത്തിൽ അയാളെ തിരികെ കയറ്റാൻ നോക്കിയപ്പോ ഫറൂഖ് എതിർത്തു. അപ്പൊ ടിപിയുടെ മണ്ഡലം ടിപി പറയാണ്, ഞാനൊരു വസിയത്ത് എന്ന പോലെ മൂപ്പരോട് ഏറ്റതാണ് നിങ്ങളെ കൗൺസിൽ എടുക്കാൻ. അപ്പൊ ഒരു പ്രവർത്തകൻ ചോദിച്ചു, ടിപി ഇത് നിങ്ങളെ സ്വകാര്യ സ്വത്താണോ? നിങ്ങൾ ആളുകളെ എങ്ങനെ തിരികെ കയറ്റാൻ? വഷളായില്ല അദ്ദേഹം. എന്നിട്ട് അവൻ ഉദ്ദേശിച്ച ചില ആളുകൾ കൗൺസിലിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കേന്ദ്രമിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിട്ട് പിന്നെ സമവായ ചർച്ചയിലൂടെയാണ് ഈ KVയും അതുപോലെ കാദിറാജിയൊക്കെ കൗൺസിലറായത്. ഇക്കഴിഞ്ഞ കേന്ദ്രം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കേന്ദ്രമിന്റെ ചരിത്രത്തിലില്ലാത്ത ഗ്രൂപ്പുകളെയും കോക്കസ് പ്രവർത്തനവും നടന്നുകൊണ്ടാണ് നടന്നത്. അങ്ങനെ ആ കൗൺസിൽ അങ്ങനെ വന്ന കൗൺസിലർമാരാ. ചില ആളുകൾ ചോദിക്കുന്നു, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അവരെന്തേ പ്രതികരിക്കാത്തത്? പ്രതികരണ ശേഷി ഇല്ലാത്തൊരു കൗൺസിലാക്കി മാറ്റിയിട്ടുണ്ട്. താഴെ തലം മുതൽ ഗ്രൂപ്പ് ആനുകൂല്യത്തിന്റെ പേരിൽ ഓരോരുത്തരെടുത്തെടുത്ത് കൊണ്ടുവന്നതാ. ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ പിന്നെ ആരും ഒരു കച്ചറയും വിഷമവും വാക്കുതർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട്
ആളുകളുടെ ക്ഷമ കൊണ്ട് മാത്രം അത് പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് സുഹൃത്തുക്കളെ കൗൺസിൽ? ആലോചനാ സഭ എന്ന് പേര്. ചർച്ച വേണ്ടേ? ചർച്ച ഉള്ള ഇവിടെ നിങ്ങൾക്ക് അയച്ചു തരുന്ന സർക്കുലറാണ് ഇവിടെ വായിക്കുന്നത്. പിന്നെ സർക്കുലർ അയച്ചാൽ വരെ പിന്നെ എന്തിനാ ആളുകളെ കോഴിക്കോട്ടേക്ക് വിളിച്ചത്? ആ കൗൺസിൽ കഴിഞ്ഞു, എന്നിട്ടും ഞാൻ ഇറങ്ങിയില്ല. അപ്പോഴേക്ക് പത്രത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. കൗൺസിലിന്റെ തലേന്ന് മാധ്യമത്തിൽ വന്നു. എന്താ വന്നത്? വളരെ വ്യക്തമായി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. സെപ്റ്റംബർ 1 പുറത്തിറങ്ങിയ മാധ്യമം ദിനപത്രത്തിൽ ജിന്നു വിവാദം സക്കരിയ സഹിയെ കേന്ദ്രം പുറത്താക്കിയെന്ന തലക്കെട്ടിൽ. അതിലെന്താ ഉള്ളതെന്നറിയോ? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബഹുദൈവാരാധന അഥവാ ശിർക്കല്ലെന്ന വാദമാണ് സക്കരിയ സലാഹിക്കെതിരെ നടപടിക്ക് വഴിവെച്ചത്. എന്നിട്ട് ഞാൻ പത്രങ്ങളിൽ പോയിട്ട് എന്റെ വക പത്രക്കുറിപ്പ് കൊടുത്തു. ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. ജിന്നുകളോട് മലക്കളോട് പ്രാർത്ഥിക്കാനോ സഹായം തരാനോ പാടില്ലെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതാണ് എന്റെയും നിലപാട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാതൃഭൂമിയിൽ 6 കോളം വാർത്ത. എന്താണത്? ജിന്നുകളോടും മലക്കളോടും സഹായം തേടൽ ശിർക്കാണെന്ന ഭാഗം അംഗീകരിക്കുന്നതായി കാണിച്ചു ഒപ്പിടാൻ സലാഹി വിസമ്മതിച്ചതാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണമായി പറയുന്നത്. അപ്പൊ തികച്ചും വ്യാജമായ കള്ളപ്രചരണങ്ങൾ എന്റെ പേരിൽ പത്രങ്ങളിലൂടെ നടത്തി, മുഖാമുഖങ്ങളിലൂടെ നടത്തി, എന്നെ നിഷ്കരണം പുറത്താക്കി, എന്റെ കത്തുകൾ വായിച്ചില്ല. അങ്ങനെ ഞാൻ തികച്ചും ശിർക്കിലെത്തി എന്ന് വരുത്തി തീർത്തപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ പുറത്തിറങ്ങാതെ പറ്റുമോ? ഞാൻ മരിച്ച മയ്യത്ത് സ്കരിക്കാൻ വരെ പറ്റൂല എന്നല്ലേ ഇവര് വരുത്തി തീർത്തത്? അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയേണ്ടി വന്നു, സുഹൃത്തുക്കളെ, എനിക്ക് അങ്ങനെ വാദമില്ല. തനിച്ച ശിർക്കാരോപണമാണ് ഇവിടെ നടന്നത്. നിങ്ങൾ പറയും, ഇത്രയും ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്തു ചെയ്യണം? കഴിഞ്ഞ 6 മാസം ക്ഷമിച്ചു, ഇവര് പറയുന്നതൊക്കെ കേട്ടു, എന്നിട്ട് പുറത്താക്കിയിട്ട് കൗൺസിൽ അപ്പീൽ കൊടുക്കാൻ പോലും സമ്മതിക്കാതെ, എന്നെ അറിയിക്കാതെ ശിർക്കാരോപണ സമ്മേളനം